മൊഡ്യൂൾ 5 വരുന്ന പാർട്ട് ബിയിൽ ചോദിക്കുന്ന ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ് ഇനി പറയാൻ പോകുന്നത്. അതിൽ സിലിണ്ടറിക്കൽ ഷെല്ലിൻ്റെ പ്രോബ്ലംസ് ആണ് കൂടുതൽ വരാറ്. അപ്പോൾ അതിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, സിലിണ്ടറിക്കൽ ഷെൽ 80 mm ഇൻറ്റേർണൽ ഡയാമീറ്റർ ആൻഡ് 1.2 mm thickness ഈസ് ക്ലോസ്ഡ് അറ്റ് ദ എൻഡ്സ് ആൻഡ് സബ്ജക്റ്റഡ് ടു ആൻ ഇൻറ്റേർണൽ ഫ്ലൂയിഡ് പ്രഷർ സോ ദാറ്റ് ദ മാക്സിമം ഡയറക്റ്റ് സ്ട്രെസ് ഇൻ ദ ട്യൂബ് ഈസ് 120 Newton/mm². ക്യാപിറ്റൽ ഇയുടെ വാല്യൂ വന്നിട്ട് പോയ്സൺസ് റേഷ്യോ വന്നിട്ട് ഡിറ്റർമിൻ ദ ഇൻക്രീസ് ഇൻ വോളിയം. അതാണ് കണ്ടുപിടിക്കേണ്ടത്. അതായത് ചേഞ്ച് ഇൻ വോളിയം കണ്ടുപിടിക്കണം. ആ ചേഞ്ച് ഇൻ വോളിയത്തിൽ നിന്ന് വേണം, അല്ലെങ്കിൽ വോളിമെട്രിക് സ്ട്രെയിനിൽ നിന്ന് കണ്ടുപിടിച്ചിട്ട് അതിൽ നിന്ന് വേണം ഇൻക്രീസ് ഇൻ വോളിയം കണ്ടുപിടിക്കാൻ. അപ്പോൾ അതിന് നമുക്ക് തന്നിട്ടുള്ളത് 120 Newton/mm² മാക്സിമം ഡയറക്റ്റ് സ്ട്രെസ് സിഗ്മ തന്നിട്ടുണ്ട്. സിഗ്മയുടെ വാല്യൂ തന്നിട്ടുണ്ട്. അതിൻ്റെ ഇക്വേഷൻ നമുക്കറിയാം, PD/2T. സിലിണ്ടറിൻ്റെ കേസിലുള്ള ഇക്വേഷൻ നമുക്കറിയാം. പിന്നെ അത് കൂടാണ്ട് ഡയാമീറ്റർ തന്നിട്ടുണ്ട്, തിക്നെസ് തന്നിട്ടുണ്ട്. അപ്പോൾ അതിൽ തന്നിട്ടുള്ള വാല്യൂസൊക്കെ ക്വസ്റ്റ്യനിൽ ഇട്ട് കൊടുക്കുക, ഇക്വേഷനിൽ ഇട്ട് കൊടുക്കുക. അതിൽ നിന്നും ഇൻറ്റേർണൽ പ്രഷർ P കണ്ടുപിടിക്കാം. എല്ലാം MM-ലാണെങ്കിൽ MM തന്നെ ഇട്ട് ചെയ്താൽ മതി. കിലോ ന്യൂട്ടൺ ആണെങ്കിൽ ന്യൂട്ടണിലേക്ക് മാറ്റണം. അതിനുശേഷം വോളിമെട്രിക് സ്ട്രെയിൻ്റെ ഇക്വേഷൻ എഴുതാം. സിലിണ്ടറിൻ്റെ കേസിലുള്ള വോളിമെട്രിക് സ്ട്രെയിൻ ΔV/V = PD/2T × 5/2 - 2/m. അതിൽ ആ 1/m ആണ് പോയ്സൺസ് റേഷ്യോ. അത് നമ്മൾ ഇട്ട് കൊടുക്കുക. അതുപോലെ PD/2T ആണ് നമ്മുടെ സിഗ്മയുടെ വാല്യൂ. അത് നമ്മുടെ ക്വസ്റ്റ്യനിൽ തന്നിട്ടുമുണ്ട്. ഇയുടെ വാല്യൂ തന്നിട്ടുണ്ട് Newton/mm². ഡയറക്റ്റ് ഇക്വേഷൻ ഇട്ട് കൊടുക്കുക. അപ്പോൾ നമുക്ക് കിട്ടിയത് ΔV/V വോളിമെട്രിക് സ്ട്രെയിൻ ആണ്. അതിൽ നിന്ന് ഇൻക്രീസ് ഇൻ വോളിയാണ് നമുക്ക് വേണ്ടത്. അതായത് നമ്മൾ കിട്ടിയ ആൻസർ ഇൻറ്റു പേഴ്സൻറ്റേജിലേക്കാണ് മാറ്റേണ്ടത്. ഇൻറ്റു 100 ചെയ്യുക. അപ്പോൾ പേഴ്സൻറ്റേജിലേക്കുള്ള വോളിയം നമുക്ക് കിട്ടി. അതിൻ്റെ തന്നെ വേറൊരു ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. ഇതേപോലെ തന്നെ സിലിണ്ടറിക്കൽ ഷെല്ലാണെന്ന് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ ഡയാമീറ്റർ തന്നിട്ടുണ്ട്, ലെങ്ത്ത് തന്നിട്ടുണ്ട്, ഹാവിങ് ദ തിക്നെസ് തന്നിട്ടുണ്ട്, ഇൻറ്റേർണൽ പ്രഷർ ഇവിടെ P ആണ് തന്നേക്കുന്നത്. എന്നിട്ട് ചേഞ്ച് ഇൻ ഡയാമീറ്റർ ΔD കണ്ടുപിടിക്കണം, ചേഞ്ച് ഇൻ ലെങ്ത്ത് ΔL കണ്ടുപിടിക്കണം, ചേഞ്ച് ഇൻ വോളിയം ΔV കണ്ടുപിടിക്കണം. അതിൽ ഇയുടെ വാല്യൂ തന്നിട്ടുണ്ട്, പോയ്സൺസ് റേഷ്യോ തന്നിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ വാല്യൂസ് കറക്റ്റായിട്ട് ഇട്ട് കൊടുക്കുക. അങ്ങനെ വേണം ചെയ്യാൻ. അപ്പോൾ അതിൽ ആദ്യം ചേഞ്ച് ഇൻ ഡയാമീറ്റർ. അപ്പോൾ ΔD/Dയുടെ ഒരു ഇക്വേഷൻ നമുക്കറിയാം, സിലിണ്ടറിൻ്റെ കേസിലുള്ളത്. അതെടുത്ത് എഴുതുക, അതിലേക്ക് വാല്യൂസ് ഇട്ട് കൊടുക്കുക. അപ്പോൾ എല്ലാം MM-ലാണെങ്കിൽ MM തന്നെ, ഇനി എല്ലാം സെൻറ്റിമീറ്റർ ആണെങ്കിൽ സെൻറ്റിമീറ്റർ, എല്ലാം മീറ്റർ ആണെങ്കിൽ മീറ്റർ. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് ΔD/Dയുടെ ആൻസർ കിട്ടും. പക്ഷെ നമുക്ക് വേണ്ടത് ΔD ആണ്. അപ്പോൾ ഈ Dനെ മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ നമുക്ക് ചേഞ്ച് ഇൻ ഡയാമീറ്റർ കിട്ടി. ഇതുപോലെ ചേഞ്ച് ഇൻ ലെങ്ത്ത് കണ്ടുപിടിക്കണം. അപ്പോൾ ΔL/Lൻ്റെ ഇക്വേഷൻ എഴുതുക. സിലിണ്ടറിൻ്റെ കേസിലുള്ള ΔL/L എഴുതുക. ലാസ്റ്റ് സ്റ്റെപ്പിൽ ΔL കണ്ടുപിടിക്കുക. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ചേഞ്ച് ഇൻ വോളിയാണ്. അപ്പോൾ ΔV/Vയുടെ ഇക്വേഷൻ എഴുതുക. അതിലേക്ക് വാല്യൂസ് ഇട്ട് കൊടുക്കുക. ലാസ്റ്റ് സ്റ്റെപ്പിൽ ΔV = കണ്ടുപിടിക്കുക. അപ്പോൾ 3 ആൻസറും ആയി. ഇനി നമ്മളോട് സ്ട്രെസ്സ് മാത്രം കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് മാത്രം ചെയ്താൽ മതി. നമ്മുടെ PD/2T അല്ലെങ്കിൽ PD/40 എന്നുള്ള ഇക്വേഷനില്ലേ, ഏത് സ്ട്രെസ്സാണോ അത് മാത്രം ചെയ്യുക. ലോഞ്ചിറ്റ്യൂഡിനലാണെങ്കിൽ ലോഞ്ചിറ്റ്യൂഡിനൽ, സർക്കംഫറൻഷ്യലാണെങ്കിൽ സർക്കംഫറൻഷ്യൽ, ഹൂപ്പ് സ്ട്രെസ് ആണെങ്കിൽ ഹൂപ്പ് സ്ട്രെസ്. അതിൻ്റെ ഇക്വേഷൻ മാത്രം അപ്ലൈ ചെയ്യുക. അവിടെ ഈയുടെ ആവശ്യം, ലെങ്ത്തിൻ്റെ ഒന്നും ആവശ്യമില്ല അത് ചെയ്യുമ്പോൾ. നമുക്കിവിടെ ചേഞ്ച് ഇൻ വോളിയം, ചേഞ്ച് ഇൻ ഡയാമീറ്റർ, ചേഞ്ച് ഇൻ ലെങ്ത്തൊക്കെ കണ്ടുപിടിക്കുമ്പോഴാണ് നമുക്ക് ലെങ്ത്തിൻ്റെയും അതുപോലെ ക്യാപിറ്റൽ ഇയുടെ വാല്യൂ ഒക്കെ ആവശ്യം.